നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് തട്ടുകട മുട്ട ദോശയാണ്. ഈ കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമ്മളൊക്കെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ് ഈ തട്ടുകട മുട്ട ദോശ. അതിനിപ്പം കേരളത്തിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിന് വെളിയിൽ പോയാലും ഏതൊരു തട്ടുകടയിൽ നമ്മൾ പോയാലും അവിടെയെല്ലാം ദോശയുടെ കൂടെ ഈ മുട്ട ദോശ ഉറപ്പായിട്ടും കാണുന്ന ഒരു ഡിഷാണ്. മുട്ടദോശ റെസിപ്പിയിലേക്ക് നമുക്ക് വേഗം പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് കണ്ട് തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇത് ഫ്രഷ് ദോശമാവാണ്. രാത്രിയിൽ നമ്മൾ അരച്ച് വെച്ചിട്ട് രാവിലെ പുളിച്ച ദോശമാവ്. ഇത് മുട്ടയ്ക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യമായിട്ട് ഞാനൊരു 1.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊരു ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് കുറച്ച് കറിവേപ്പിലയും, എൻ്റെ കയ്യിൽ ഒരു 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാനിങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ചെറിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞത്, ഒരു സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, 2 കോഴിമുട്ടയും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് നോർമലായിട്ട് ദോശ ചുടുന്നത് പോലെ തന്നെ ഒരു ദോശക്കല്ലിലേക്ക് നമുക്ക് ദോശ പരത്തിയെടുക്കണം. എൻ്റെതൊരു ചെറിയ പാനാണ്, അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ ദോശ തട്ടുകടയിൽ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ നല്ല വലിയ കല്ലുണ്ട്, അവർക്കാകുമ്പോൾ കുറച്ചും കൂടെ നല്ല വലിപ്പത്തിൽ ദോശ ചുട്ടെടുക്കാം. അങ്ങനെ ദോശ ചുട്ടെടുക്കുമ്പോൾ 2 മുട്ട നമുക്കൊരു ദോശയുടെ പുറത്തേക്ക് ഒഴിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. എനിക്കിവിടെ ചെറിയതായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുട്ട മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യോ നമുക്ക് നമ്മുടെ ദോശയുടെ 4 സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1-2 ഡ്രോപ്സ് നമുക്ക് നമ്മുടെ ദോശയുടെ സെൻറ്റർ ഭാഗത്തേക്കും ഒന്നിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എഗ്ഗ് ദോശയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം അല്ലെങ്കിൽ ദോശ പെട്ടെന്ന് അങ്ങ് കുക്കായിട്ട് താഴെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഇടുന്നത് അവനവൻ്റെ പേഴ്സണൽ ഇഷ്ടം അനുസരിച്ചാണ്. കുറച്ച് നല്ലതുപോലെ സവാള ഇടാൻ ആഗ്രഹമുള്ളവർക്ക് ഇടാം, അതല്ല കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് ഇടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്, അതും അവനവൻ്റെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി തക്കാളി നമ്മൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും ഇഷ്ടമുള്ള ഏതെങ്കിലും മല്ലിയില ഉണ്ടെങ്കിൽ അതും നമുക്ക് ആഡ് ചെയ്യാം. ഇത് കുറച്ച് മുളക് പൊടിയാണ്, ഇത്രയും നമ്മൾ ഇടുന്നില്ല. ഇതിൽ നിന്ന് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് നമ്മൾ ദോശയുടെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കുരുമുളക്, അതുപോലെ തന്നെ കുരുമുളക് നമ്മളൊരു മുട്ടയിലേക്ക് എത്ര ഇടും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മുകളിലേക്കൊന്ന് വിതറി കൊടുത്താൽ മാത്രം മതി. ഇനി കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പ് വളരെ കുറച്ച് മതി, അതായത് ഒരു പിഞ്ച് ഒന്ന് ആഡ് ചെയ്താൽ മതി, കാരണം നമ്മുടെ ദോശയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് വളരെ അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ ഓയിലോ നെയ്യോ വീണ്ടും ദോശയുടെ സൈഡിലേക്കും മുട്ടയുടെ സെൻറ്ററിലേക്കും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ എല്ലായിടത്തുനിന്നും ഇളകി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ചട്ടുകം കൊണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ തട്ടുകട മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. കുട്ടികളുള്ള വീടുകളാണെങ്കിൽ കുട്ടികൾക്ക് ഇതൊന്നും സ്പ്രെഡ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അവർക്ക് ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു മുട്ടയും ഒരല്പം ഉപ്പും മാത്രം ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.